നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസിലേക്കാണ് മറുനാടൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽ കുമാറിന് 7.5 വർഷത്തിന് ശേഷം സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. 7.5 വർഷം വിചാരണ തടവുകാരനായി, റിമാൻഡ് തടവുകാരനായി പൾസർ സുനി കാക്കനാട് എറണാകുളം ജില്ലാ ജയിലിൽ കഴിയുകയായിരുന്നു. ഹൈക്കോടതിയും ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പൾസർ സുനി സുപ്രീം കോടതിയെ സമീപിച്ചത്. വിചാരണ നടപടികൾ സമയക്രമമില്ലാതെ നീണ്ടുപോകുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇയാൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. വിചാരണ നീണ്ടുപോകുന്നു, അതുപോലെ തന്നെ സാക്ഷി വിസ്താരത്തിനൊക്കെ തന്നെ ഒരുപാട് സമയമെടുക്കുന്നു. ബൈജു പൗലോസ് അടക്കമുള്ള സാക്ഷികളെ വിസ്തരിക്കുന്നതിലൊക്കെ തന്നെ ഒരുപാട് സമയമെടുക്കുന്നു. അത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന, റിമാൻഡ് തടവുകാരനായി കിടക്കുന്ന പൾസർ സുനിയോട് കാണിക്കുന്ന നീതി നിഷേധമാണ് എന്നും കൂടി ചൂണ്ടിക്കാട്ടിയാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇയാളുടെ കേസ് പരിഗണിക്കുകയും ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതി, അതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ദിലീപിൻ്റെ അഭിഭാഷകനാണ് ഈ വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കാരണം എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചത്. അതുപോലെ സാക്ഷികളെ ക്രോസ് ചെയ്തതിന് ഇത്രയും ദിനങ്ങൾ എടുത്തു, അതെന്തിനാണ് എന്നുള്ള വ്യക്തമായ ചോദ്യവും സുപ്രീം കോടതി ഉന്നയിച്ചു. 7.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നത്. അതുപോലെ ജാമ്യത്തെ കേരള സർക്കാർ ശക്തമായി തന്നെ എതിർത്തു. ഇത്തരത്തിൽ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത് വിചാരണയും കേസിൻ്റെ മറ്റ് നടപടികളെയും ബാധിക്കും എന്ന വാദമാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. പക്ഷേ അത് സുപ്രീം കോടതി മുഖവിലക്കെടുത്തില്ല. മാത്രമല്ല, ജാമ്യത്തിന് കടുത്ത ഉപാധികൾക്കായി കേരളത്തിന് വാദിക്കാം. ഏതൊക്കെ ഉപാധികൾ ജാമ്യ വ്യവസ്ഥയിലുണ്ടാകണം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ കേരളത്തിന് വാദിച്ച് വേണമെങ്കിൽ നേടിയെടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശവും ഒരു നിരീക്ഷണവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തുകയുണ്ടായി. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി, നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി, ഇപ്പോൾ ജയിൽ മോചിതനാകുന്നത്. ഒരാഴ്ചയ്ക്കകം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ ജാമ്യം നൽകി ജയിൽ മോചിതനാക്കണം എന്നുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസിലെ അതിനിർണായകമായ ഒരു നിരീക്ഷണവും വിധിയും കൂടിയാണ് ഈ ഒരു ജാമ്യവിധി എന്ന് പറയപ്പെടുന്നു. നിയമവിദഗ്ധരൊക്കെ അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ പല വശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉള്ള ഒരു നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിൽ നടത്തിയത്. അതുകൊണ്ടാണ് പൾസർ സുനി എന്ന സുനിൽ കുമാറിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചത് എന്ന് പറയുന്നു. ജാമ്യം ലഭിക്കാതിരിക്കാൻ സർക്കാരും അതുപോലെ തന്നെ ദിലീപിൻ്റെ അഭിഭാഷകനുമൊക്കെ തന്നെ ശ്രമിച്ചു എന്നുള്ള ഒരു വാദവും സുപ്രീം കോടതിയിൽ പൾസർ സുനിയുടെ അഭിഭാഷകർ ഉന്നയിച്ചു. ഇത്തരത്തിൽ ഒരു വളരെ പ്രമാദമായ ഒരു കേസിലെ അതിപ്രധാനമായ ഒരു നടപടിയാണ് ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന കാര്യം. കൂടുതൽ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർക്കായി വെളിപ്പെടുത്താം.